എന്നത്തെയും പോലെ ഇന്നും ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടത്തിൻ്റെ ചെറിയ കാഴ്ചകളും നല്ലൊരു കോവക്ക മുട്ട തോരനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതാ കണ്ടോ, ഇതാണ് കോവക്ക മുട്ട തോരൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടമാണ്. അപ്പോൾ കുറച്ച് പയറും കുറച്ച് കോവയ്ക്കയും പിന്നെ പച്ചമുളകുണ്ട്, വഴുതനങ്ങ തൈകളുണ്ട്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ചൊക്കെ സാധനങ്ങൾ നമുക്ക് വിചാരിച്ചാൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരിത്തിരി സ്ഥലം മതി, അതിന് ഒരുപാട് സ്ഥലം വേണമെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, പയർ നല്ല നീളമുള്ള പയറാണ് കേട്ടോ. ഇത് കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപ്പേരി വെക്കാനുള്ള പയറായി കണ്ടോ. അപ്പോൾ പയർ ആയതൊക്കെ ഞാൻ കുറച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അതാണ് ഈ പുറത്ത് മഴ പെയ്യുന്ന സൗണ്ടാണ് കേൾക്കണത്. കണ്ട പയറൊക്കെ അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വള്ളിമ്മ തന്നെ ഒരുപാട് പയർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ കോവക്ക പിന്നെ ഇടക്കിടക്ക് ഉപ്പേരിക്കുള്ളത് നമുക്കുണ്ടാവും. 2 ദിവസം കൂടുമ്പോൾ തന്നെ അത്യാവശ്യം ഉപ്പേരിക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടും. പിന്നെ എനിക്ക് പണ്ടേ താല്പര്യമാണ് കുറഞ്ഞ പച്ചക്കറികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതും. പച്ചമുളക്, വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ കുറേ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നതാണ്. അതിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ പോകും. ഒരു ചെറിയ പന്തലും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അത്യാവശ്യത്തിന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ അത്യാവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇന്ന് വിളവെടുത്ത പച്ചക്കറികൾ കാണണ്ടേ. അപ്പോൾ ഇതാണ് കോവക്ക. പിന്നെ ഈ മുളക് കാന്താരി മുളക്, വെള്ള കാന്താരി മുളകാണ് കേട്ടോ. ഇതും കൂടെ ചതച്ചിട്ടിട്ടാണ് ഇന്ന് കോവക്ക മുട്ട തോരനൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇതാ കണ്ടോ, നമുക്ക് അത്യാവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ ആയി. അപ്പോൾ ഇനി ഇതെങ്ങനെ ഈ കോവക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ ഇതാ കോവയ്ക്കൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഇനി ഇതിപ്പോൾ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാ നമ്മൾ ഇത് കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്കതിൽ ചതച്ചെടുക്കാനുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ ചെറിയ കാന്താരി മുളകില്ലേ, വെള്ളക്കാന്താരി, അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പച്ച കുരുമുളകില്ലേ, അതിവിടെ കിട്ടിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. ശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്ത ഐറ്റംസ് ഇല്ലേ, അതും കൂടെ അതിലിട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കോവക്ക അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ടതിന് ശേഷം ഇത് വേവാൻ ആവശ്യമുള്ള ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ കോവക്ക ഒന്ന്
വേവുന്നത് വരെ അടച്ചു വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. ഇതാ കണ്ടോ, വെള്ളം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവക്ക ഇവിടെ വേവ് പാകമായിട്ട് വന്നു. ഉപ്പും കാര്യങ്ങളും എല്ലാം പാകമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടൊരു 3 കോഴിമുട്ടയാണ് ഞാൻ എടുത്തത്. 3 കോഴിമുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടി ഒന്നും ഇടണ്ട കേട്ടോ. ആ 3 കോഴിമുട്ട അതിൻ്റെ ആ നടുഭാഗത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കിയെടുക്കുക. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ചിക്കിയെടുത്തിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ചിക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടത് ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങടേലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ ചാനലൊക്കെ നോക്കിയിട്ട് ഒരുപാട് കുഞ്ഞു റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻ്റ് ഇടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.